ഫാക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ഇതിപ്പോ കഴിഞ്ഞ വട്ടം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടുത്ത വട്ടം ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വരാനായി നിങ്ങൾക്കറിയാം. നമ്മുടെ അതിന്റെ ഷോർട്ട് നോട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞു. അത്യാവശ്യം നമുക്കൊരു 8,000+ വേക്കൻസിക്കാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ RRB NTPC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവർ, ഈ വട്ടം ഈവൻ എക്സാം എഴുതിയവർ, ലൈക്ക് കഴിഞ്ഞ വട്ടത്തെ RRB NTPC എക്സാം എഴുതിയവർ പോലും ഇപ്പം അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിന് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ കാണും. ഇപ്പം ഓൾറെഡി ജസ്റ്റ് ഈ വട്ടം ആദ്യമായിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർ കാണും. സോ ഇവർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ RRB NTPCയുടെ ഏരിയാസ്, നിങ്ങൾക്കറിയാം എന്തൊക്കെ ഏരിയാസ് ആണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, ഇതിന്റെ ഒരു വെയിറ്റേജ് എങ്ങനെയാണ്, ഇതിലെ ഓരോ ടോപ്പിക്കിന്റെയും വെയിറ്റേജ് എങ്ങനെയാണ്, എക്സാമിൽ എങ്ങനെയാണ് ഈ വട്ടം ഓരോ ടോപ്പിക്കിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, നമുക്കത് ഫോക്കസ് ചെയ്യുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിന്റെയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ RRB NTPCയുടെ നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്സ്, ആ ഒരു ഏരിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ആൻഡ് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ റീസണിങ്ങും ജനറൽ അവയർനെസിന്റെ ഏരിയയുടെയും ഇമ്പോർട്ടൻസിന്റെ ഒരു ഓർഡർ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എൻട്രി ആപ്പിലേക്ക്. അപ്പോൾ നമ്മുടെ RRB NTPC എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമുക്കിപ്പം അത് എന്താ പറയുക, കഴിഞ്ഞ വർഷം തൊട്ട് റെഗുലർ ആയിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം വിളിച്ചു. അതിന്റെ എക്സാംസ് ഒക്കെ തന്നെ നമ്മുടെ ഈ ജൂണും ജൂലൈയിലൊക്കെ ആയിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ഇപ്പൊ അടുത്ത RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓൾറെഡി ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്. അതിന്റെ എക്സാംസും നമുക്ക് അടുത്ത വർഷം നമ്മുടെ ഒരു ഫെബ്രുവരി കഴിഞ്ഞ് എപ്പം വേണമെങ്കിലും നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രിപ്പറേഷനും സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ആൻഡ് ഇതിന്റെ മാത്സിന്റെ ഏരിയ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ RRB NTPCയുടെ എക്സാംസിന്റെ ഫേസിലേക്ക് വന്നാൽ നമുക്ക് RRB NTPC എക്സാംസ് 2 ഫേസിലായിട്ട് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2. നമ്മുടെ CBT 1ന്റെ എക്സാം എഴുതിയതിനു ശേഷം അതിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും രണ്ടാമത്തെ CBT 2ലേക്ക് സെലക്ട് ആവുന്നതും ആ എക്സാംസ് എഴുതുന്നതും. ആ എക്സാംസ് എഴുതിയതിനു ശേഷം അതിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ് പിന്നെ മുമ്പിലോട്ട് ചില പോസ്റ്റുകൾക്ക് നമുക്കിവിടെ സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ സ്കിൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ ചിലപ്പോൾ ടൈപ്പിംഗ് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആൻഡ് പിന്നെ മെഡിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിതിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു എക്സാം ഫേസിലേക്ക് വന്ന 2 ഫേസസ് ആണ് ഇതിന്റെ എക്സാംസിലേക്ക് വരുമ്പോൾ വരുന്നത്. CBT 1ഉം CBT 2. കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും എക്സാമിന്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണ്. ക്വസ്റ്റിന്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യമേ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ CBT 1 എന്ന് പറയുമ്പോൾ മാത്സും നമ്മുടെ റീസണിങ്ങും ജനറൽ അവയർനെസ് ആണ് വരുന്നത്. മൊത്തം 100 ക്വസ്റ്റ്യൻ 100 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ SSC ബാങ്ക് എക്സാംസ് പോലെ 100 ക്വസ്റ്റിന് 1 മണിക്കൂറല്ല, ഇവിടെ 100 ക്വസ്റ്റിനും 1.5 മണിക്കൂർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. 60 മിനിറ്റിന് പകരം 90 മിനിറ്റ്സ് കിട്ടുന്നുണ്ട് ഇവിടെ എക്സാമിന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന്റെ ഏരിയയിലേക്ക് ഈ ഒരു സിലബസിലേക്ക് വരുമ്പോഴും പിന്നെ വരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് കമ്പയർ ടു SSC ആൻഡ് റെയിൽവേ നമ്മുടെ SSC ആൻഡ് ബാങ്ക് എക്സാംസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാനില്ല എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇവിടെ മാത്സ് റീസണിങ്ങും ജനറൽ അവയർനെസ്സും ആണ് വരുന്നത്. അതിന് ഇവിടെ കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് പോലും നമ്മുടെ ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഏരിയ ആണ്. പക്ഷെ മാത്സും റീസണിങ് നല്ലപോലെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അവർക്ക് ഡെഫിനറ്റ്ലി അവന്റെ ഒരു സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഈ ജനറൽ അവയർനെസിന്റെ ഏരിയ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാത്സും റീസണിങ്ങിന്റെയും വെയിറ്റേജ് ഒരേപോലെ തന്നെയാണ്. 30 മാർക്ക് വെച്ചാണ് രണ്ടിനും വരുന്നത്. 30 ക്വസ്റ്റ്യൻ വെച്ചാണ് രണ്ടിനും വരുന്നത്. ജനറൽ അവയർനെസിലേക്ക് വരുമ്പോൾ നമുക്ക് 40 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് സാധാരണ ബാക്കിയുള്ള എക്സാംസ് പോലെ 1/4 അല്ല നെഗറ്റീവ്, 1/3 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സാധാരണ SSC ബാങ്ക് എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0. ഇപ്പം ഒരു ക്വസ്റ്റിന്റെ മാർക്ക് 1 മാർക്കാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0.25 ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിന് 1 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള ഉത്തരത്തിന് നമുക്ക് 3/1 ആയിരിക്കും പോകുന്നത്. അവിടെ 4/1 ആണെങ്കിൽ ഇവിടെ 3/1 പോകും. 0.33 ആയിരിക്കും നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്താണ് കുറച്ചുകൂടി കൂടുതലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരിയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. പക്ഷെ തെറ്റാണെങ്കിൽ നമുക്ക് 0.33 മാർക്ക് ആയിരിക്കും നമുക്ക് പോകുന്നത്. 3/1 ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അവിടുത്തെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം.
കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിന്റെ CBT-1 എക്സാമിന്റെ നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി CBT-2ലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CBT-2ൽ കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സിലബസിൽ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ അതേ മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് ആണ് ചോദിക്കുന്നത്. പക്ഷേ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിന്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. 100 ക്വസ്റ്റിന്റെ സ്ഥലത്ത് 120 ക്വസ്റ്റിനും ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരിയായി കഴിഞ്ഞാൽ 1 മാർക്കും, തെറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയാ 0.33 ആണ് നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ടൈമിംഗിൽ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും നമുക്ക് സമയത്തിൽ വ്യത്യാസം വരുന്നില്ല. അതേ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CBT-1 CBT-2 എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവർ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൂടി ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സ്ക്രീൻഷോട്ട് എടുത്തും വെക്കുക, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവരാണെങ്കിൽ. അപ്പോൾ ഇനി ഈ രണ്ട് സിലബസ് കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. CBT-1 ഉം CBT-2യുടെയും സിലബസ് ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ CBT-1 ഉം CBT-2യുടെയും പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, ഒരേപോലെ തന്നെ കൊണ്ടുപോകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുക. CBT-1ന് നമുക്ക് അത്യാവശ്യം സമയം കിട്ടും. പക്ഷേ CBT-1ന്റെ എക്സാം കഴിഞ്ഞാൽ CBT-2ന് നമുക്ക് ഒരുപാട് സമയം കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പം കുറച്ച് ദിവസം മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു 20 ദിവസത്തിന്റെ അകത്ത് എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ റിസൾട്ട് വരാൻ കുറച്ച് ലാഗ് വന്നാലും നമുക്ക് റിസൾട്ട് വന്നാൽ പിന്നെ CBT-2 എക്സാമിന് ഒരുപാട് സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CBT-1 ഉം CBT-2യുടെ പ്രിപ്പറേഷൻ ഒരേപോലെ കൊണ്ടുപോകാത്തതുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെയും സിലബസിന്റെയും എന്താ പറയുക, നമ്മുടെ സിലബസ് സെയിം ആണ്. ക്വസ്റ്റിന്റെ ലെവലിൽ ചെറിയൊരു വ്യത്യാസം, അത് മാത്രമാണ് സംഭവിക്കുന്നത്. വളരെ വലിയൊരു വേരിയേഷനും വരാറില്ല. ക്വസ്റ്റിന്റെ ആ ഒരു ലെവലിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരാറുള്ളൂ. കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് മാത്രമേ അവിടെ വരാറുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ക്വസ്റ്റിന്റെ ലെവൽ എന്നുള്ളത് മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി CBT-1 CBT-2 പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ CBT-1 ഉം CBT-2യുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CBT-2 സമയം കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ CBT-1ന്റെ കൂടെ തന്നെ CBT-2 കൊണ്ടുപോകുക എന്നുള്ള സിലബസ് സെയിം ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ തന്നെ കവർ ചെയ്യുക. CBT-2ന് വേണ്ടി ഉള്ള നമ്മൾ ആ സിലബസ് കവർ ചെയ്യുന്ന പിന്നെ കവർ ചെയ്യാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. രണ്ടിനെയും സിലബസ് ഒരേപോലെ ആണെങ്കിൽ അതിനെ ഒരുമിച്ച് തന്നെ കവർ ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ മാത്സിന്റെ ഏരിയയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിന്റെ ഒരു സിലബസിലേക്ക് വരുവാണെങ്കിൽ എക്സാമിന് വേണ്ടി പഠിച്ച് തുടങ്ങുന്നവർ, നിങ്ങൾക്ക് സിലബസ് ഇതാണ്. നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഏരിയയുടെ നമ്മുടെ ആ ഒരു RRB NTPCയിൽ അത് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്. നമുക്ക് ഈ കാണുന്ന ടോപ്പിക്സ് ആണ് എക്സാംസിൽ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അവിടെ 30 ടോപ്പിക് ഇല്ല. നമുക്ക് അവിടെ ഒരു 20-24 ടോപ്പിക്കേ ഉള്ളൂ. ഇപ്പോൾ 20-24 ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ 30 ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ചില ചാപ്റ്റേഴ്സ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ചില ചാപ്റ്റേഴ്സ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല, ചില ചാപ്റ്റേഴ്സ് നമുക്ക് ചിലപ്പോഴായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചാപ്റ്റേഴ്സ് കാണും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന ഒരു ആംഗിളിൽ നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കൂടാതെ നമ്മൾ ആ സിലബസ് ഡെഫിനറ്റ്ലി കമ്പയർ ചെയ്യുക. ബിക്കോസ് സമയം ഒരുപാടുണ്ട്. പക്ഷേ സിലബസ് കമ്പയർ ചെയ്ത് നമ്മുടെ ഒരു കോർ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലീസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയാണ് ഈ സെഷനിൽ ചെയ്യുന്നത്. അപ്പം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ അതിലെ ചുമ്മാ ജസ്റ്റ് ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എക്സാക്ട് നമ്പേഴ്സ് വെച്ച് എക്സാക്ട് ഫാക്ട്സ് വെച്ച് നമുക്ക് അത് മനസ്സിലാക്കാം. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീസെന്റ് നടന്ന എക്സാംസിന്റെ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചുള്ള ക്വസ്റ്റിന്റെ കറക്റ്റ് എണ്ണം വെച്ച് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് ചുമ്മാ പറയുന്നതിന് പകരം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്റേഴ്സ് ആണ് ശരിക്കും ഇമ്പോർട്ടന്റ്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എവിടെ നിന്നാണ് ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റിന്റെ എണ്ണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സാമിൽ ഇത് നിങ്ങളിപ്പോൾ കാണുന്ന RRB NTPC 2024-2025 എന്ന് പറഞ്ഞാൽ നമ്മുടെ 2024 വിളിച്ച് 2025
നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് 2-3 മാസം മുമ്പ് നടന്ന എക്സാമിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റിന്റെ എണ്ണമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാജുവേറ്റ് ലെവലിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻസിലേക്ക് എണ്ണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അറിയണം. എന്നാലേ നമുക്ക് കൂടുതൽ അതിന്റെ ഒരു ഷിഫ്റ്റിൽ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഏകദേശം 47 ഷിഫ്റ്റുകളാണ് നമുക്ക് മൊത്തം RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ 2024-2025 എക്സാമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 47 ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഗ്രാഫ് നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ കാണിക്കാനുള്ള മെയിൻ റീസൺ തന്നെ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയാണ്. ചുമ്മാ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ചുമ്മാ ലിസ്റ്റ് പോലെ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വളരെ നല്ലപോലെ അത് ഗ്രാഫായിട്ട് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് 47 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ 47ന്റെ അടുത്തേക്ക് ഒന്ന് വന്ന ആ ഗ്രാഫിൽ 47ലേക്ക് വന്നത് ഇതാണ് 50 എന്ന് പറയുന്നത്. നമ്മുടെ 47ലേക്ക് വന്ന ഏകദേശം 47 നമ്മുടെ ഈ കാണുന്ന ഒരു പോയിന്റിലായിരിക്കും 47 എന്ന് പറയുന്നത്. അപ്പൊ 47 ഷിഫ്റ്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 47 എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ മുകളിലോട്ട് പോയേക്കുന്ന ലൈൻസ് മാത്രം ശ്രദ്ധിക്കുക. 47ന്റെ അടിയിലോട്ടുള്ള ലൈൻസിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ആ ഗ്രാഫ് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ഡെസിമൽ, സ്ക്വയർ റൂട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയിൽ നിന്ന് സിമ്പിൾ ആയിട്ട് നമ്മുടെ നമ്പർ സിസ്റ്റം നമ്മുടെ നമ്പേഴ്സിന്റെ നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് 193 ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ 193 ക്വസ്റ്റ്യൻസും നമുക്ക് 47 ഷിഫ്റ്റ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അവിടെ തന്നെ കാണാൻ പറ്റും. ഏകദേശം ഒരു 3.5 അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഷിഫ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് വെച്ച് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഏകദേശം 4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ്. അപ്പൊ 3 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചില ഷിഫ്റ്റുകളിൽ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരിക്കും, ചില ഷിഫ്റ്റുകളിൽ 4 വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു ആവറേജ് 3.5 അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറച്ചുകൂടി ഒരു അപ്രോക്സിമേറ്റ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഷിഫ്റ്റിൽ തന്നെ 4 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും കോറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും ചോദിച്ചേക്കുന്നത്, ഒരു 1-2 ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നായിരിക്കും ചോദിക്കുന്നത്, ഈ നമ്പർ സിസ്റ്റത്തിന് തന്നെ വേരിയസ് കൺസെപ്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ കുറച്ചുകൂടി കോറായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ഈ നമ്പർ സിസ്റ്റത്തിലും ഡ്യൂസിബിലിറ്റി റൂളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. സിംപ്ലിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞ പവേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണും, ആൾജിബ്ര ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണും, പ്യുവർ ബോർഡമസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ പിന്നെയും നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ജനറൽ നമുക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമുക്ക് അത് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ പറയുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്പർ സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതിന്റെ അവിടെ നിന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റിൽ 4 ക്വസ്റ്റ്യൻ വെച്ച്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഹൈറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എവിടെയാണ്, 141 ക്വസ്റ്റിനുമായിട്ട് സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന ആരാണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 141 ക്വസ്റ്റിനും 47 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു ഷിഫ്റ്റിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി, എക്സാക്ട്ലി അല്ല, അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ചില ഷിഫ്റ്റുകളിൽ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. ആൻഡ് ചില ഷിഫ്റ്റുകളിൽ അത് ക്വസ്റ്റ്യൻ എത്ര വരെ പോയിട്ടുണ്ട്, 3 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ആംഗിൾ അതാണ് സെക്കൻഡ് വൺ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് വേനിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെൻസുറേഷൻ ആണെങ്കിലും ഈ തവണ എക്സാം നടന്നപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഏതാണ്, നമ്മുടെ ഓൾജിബ്ര ആണ്. വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ പോലും ഓൾജിബ്ര ആണ് നമുക്കൊരു 3ാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ആൻഡ് അവിടെയും ക്വസ്റ്റിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു റഫ്ലി 3 ഇരട്ടി എന്ന് തന്നെ നമുക്ക് ഇവിടെയും പറയേണ്ടി വരും. 133 എന്ന് പറയുമ്പോൾ ഒരു 2.5-3 ഇരട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ചില ഷിഫ്റ്റുകളിൽ 2 ക്വസ്റ്റ്യൻ, ചില ഷിഫ്റ്റുകളിൽ 3 ക്വസ്റ്റ്യൻ വെച്ച്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റാങ്കിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത നമുക്ക് നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ റേഷ്യോ പ്രപ്പോർഷൻ ആണ്. 120 ക്വസ്റ്റിനുമായിട്ട് 4ാമത് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ 120 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് അവിടെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻസ് വെച്ച് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ചില ഷിഫ്റ്റുകളിൽ 2 ക്വസ്റ്റ്യൻ, ചില റയർ ഷിഫ്റ്റുകളിൽ 3 ക്വസ്റ്റ്യൻ. ഓക്കെ, റയർ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം പകുതിത്തോളം ഷിഫ്റ്റുകളിൽ 3 ക്വസ്റ്റ്യൻത്തോളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും തോളം ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വന്നേക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് 5ാമത്തെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ പറഞ്ഞ പോലെ തന്നെ മെൻസുറേഷൻ, നമ്മുടെ കേർഡ് സർഫേസ് ഏരിയ, ടോട്ടൽ സർഫേസ് ഏരിയ, വോളിയം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ ആണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 112 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടുന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിലേക്ക് വരുമ്പോൾ ടോപ്പ് 5 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതാ എന്ന് ചോദിച്ചാൽ നമ്പർ സിസ്റ്റം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ ഓൾജിബ്ര, റേഷ്യോ പ്രപ്പോർഷൻ, ട്രിഗ്നോമെട്രി ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. ആ ചാപ്റ്റർ കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ചേർക്കാം.
പെർസെൻറ്റേജ്, ബിക്കോസ് റേഷ്യോ പ്രൊപ്പോർഷൻ പറയുന്നെങ്കിൽ അതിന്റെ കൂടെ പെർസെൻറ്റേജ് പറയുന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ്. പെർസെൻറ്റേജ് നമുക്ക് 101 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പല ചാപ്റ്റേഴ്സും ബേസ് ചെയ്യുന്ന ഈ പെർസെൻറ്റേജിന് മേളിൽ. ഇപ്പൊ ഇവിടുന്ന് വരുന്ന ഒരു ക്വസ്റ്റനോ 2 ക്വസ്റ്റനോ എന്നുള്ളതല്ല, ഇതിൽ നിന്ന് നമുക്ക് മിക്കവാറും ചാപ്റ്റർ എല്ലാം പെർസെൻറ്റേജ് ബേസ് ചെയ്താൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനൊരു 6ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ പോലും ഒരു ഏറ്റവും ടോപ്പിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിൽ തന്നെ നമുക്ക് എത്രത്തോളം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്, ഒരു 2 ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് 2 കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു 6ാമത്തെ റാങ്കും നമുക്ക് ക്വസ്റ്റൻസിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 to 3 എന്ന് തന്നെ ഇവിടെ പറയേണ്ടി വരും. കൂടുതലും 2 ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ 6 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ 6 ചാപ്റ്റർ മാത്രം ഒന്ന് എടുത്ത് നോക്കിക്കേ. നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ചു, നമ്മുടെ പെർസെൻറ്റേജിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ചു, റേഷ്യോ പ്രൊപ്പോർഷനിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഓൾജിബ്രയിൽ നിന്നൊരു 3 ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ നമ്മുടെ വിട്ടുപോയ ചാപ്റ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നു. ആൻഡ് ഫൈനലി നമ്മുടെ മെൻസ്ട്രേഷനിൽ നിന്നും ഒരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ 1, 2, 3, 4, 5, 6 നമ്മൾ പറഞ്ഞ 6 ചാപ്റ്റർ. ഇത് മാത്രം ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 3, 3, 3, 3, 12. 12ന്റെ കൂടെ നമ്മൾ ആ ഒരു 4 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 16, 16ന്റെ ഒരു 2 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 18. നമ്മുടെ ഈ വെറും 6 ചാപ്റ്ററിൽ നിന്നാണ് 18 ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. എത്രയിൽ? മൊത്തം 30 ക്വസ്റ്റ്യനിൽ. നിങ്ങൾ നോക്കിക്കേ, പകുതി കൂടുതലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഈ 6 ചാപ്റ്റർ മാത്രമല്ലേ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെയധികം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ വളരെയധികം സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ പഠിക്കാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 24ന്റെ മേളിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, മൊത്തം നമുക്ക് 24 ചാപ്റ്റേഴ്സ് ഉണ്ട്. 24 ചാപ്റ്ററിൽ 6 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും 25% ആണ് പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് 30ൽ 18 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ പറയുന്ന പോലെ അവിടെ നമ്മൾ പഠിക്കുന്നത് 9/15 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് അത് എത്ര വരും? 9 7 63, ഏകദേശം ഒരു 60% ആണ് നമ്മളവിടെ കവർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഓൾമോസ്റ്റ് 3/5 60% ആണ് നമ്മളവിടെ കവർ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറും 25% മാത്രം പഠിച്ചുകൊണ്ട് 60% കവർ ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ എല്ലാ ചാപ്റ്ററും എടുത്തിട്ട് പോലും ഇല്ല. നിങ്ങൾക്കറിയാം ഇനി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഞാൻ 100ന്റെ മുകളിലോട്ടുള്ള കൗണ്ട് മാത്രം എടുത്തിട്ടാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ വളരെ സ്മാർട്ടായിട്ട് 25% മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ 60% സ്കോർ ചെയ്യുന്നു. ഇനി നമുക്ക് 75% പഠിച്ചാൽ നമുക്ക് 40% കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഏതൊക്കെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എക്സാക്ട് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമുക്ക് അതും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പ്രിപ്പറേഷന് വേണ്ടി ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചുള്ളത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ കാര്യം നല്ലപോലെ ഫോക്കസ് ചെയ്യുക. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും പിന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് വന്ന ആവറേജിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമ്മുടെ DIയുടെ ഒക്കെ ഏരിയയിൽ നിന്ന് ഏകദേശം 2 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു HCF LCM നിന്ന് 1 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ തന്നെ നമുക്ക് ഏകദേശം 1 ക്വസ്റ്റ്യൻ വെച്ച്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ വെച്ച്, ട്രെയിനും ബോട്ടിൽ നിന്ന് നമുക്ക് 1 ക്വസ്റ്റ്യൻ വെച്ച്, ടൈം ആൻഡ് വർക്കിൽ നിന്ന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1 ക്വസ്റ്റ്യൻ വെച്ച്, പൈപ്സ് ആൻഡ് സിസ്റ്റം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഒരു 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 47 ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ 47ന്റെ അടിയിലാണ് പിന്നെ ബാക്കി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏജസ് 18, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് 11, നമ്മുടെ അതുപോലെ ട്രിഗ്നോമെട്രി 33, നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് 15. പക്ഷേ ഈ 33ഉം 15 കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്ത് പറയാൻ പറ്റും, ട്രിഗ്നോമെട്രിയിൽ നിന്ന് തന്നെ നമുക്ക് 1 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ജോമെട്രിയിൽ നിന്ന് നമുക്ക് 33. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എത്ര ഷിഫ്റ്റ് ഉണ്ടോ അത്രയും പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു ഇമ്പോർട്ടൻസിൽ വന്ന ഈ ഒരു സംഭവം ഇപ്പം നിങ്ങൾ ഈ കണ്ട പോലെ നമ്മൾ ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ഇതിപ്പോൾ കഴിഞ്ഞ വട്ടം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടുത്ത വട്ടം ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി, ആ ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ ഫിഗേഴ്സ് ശരിയാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിന്റെ തൊട്ട് മുമ്പുള്ള എക്സാം വെച്ചുകൂടി നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചാണ് നോക്കേണ്ടത്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ശരിയാവുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ 2020, 2021 കോവിഡ് സമയത്ത് നടന്ന നമ്മുടെ RRB NTPC എക്സാമിന്റെ ആ സമയത്ത് നമ്മുടെ മാത്സിന്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം അന്ന് കോവിഡ് സമയത്താണ്ട് ഈ എക്സാംസ് വളരെ കുറച്ച് പേർക്ക് വെച്ചാണ് ഓരോരോ ഫേസ് ആയിട്ട് നടത്തിയത്. ഒരു 7-8 ഫേസ് ആയിട്ട് എക്സാം നടത്തിയത്. എല്ലാം കൂടി ചേർത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 141 ഷിഫ്റ്റിലായിട്ട് എന്തോ ആണ് എക്സാംസ് നടന്നത്. എക്സാക്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 140 to 150യുടെ ഇടയ്ക്കാണ്. ലെറ്റ്സ് സേ 141, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 141 ഷിഫ്റ്റിലായിട്ടാണ്. നിങ്ങൾ ഇനി അവിടെ നോക്കിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് നോക്കാം. ഫുള്ള് നമ്മൾ ഡിസ്കസ്
ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതൊക്കെയായിരുന്നു? നമ്പർ സിസ്റ്റം. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 200 ക്വസ്റ്റ്യൻ എന്ന് 200 മേളിൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഷിഫ്റ്റിൽ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ വെച്ച് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനെ കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ നമ്മൾ ഇപ്പം കണ്ട ഗ്രാഫിൽ നമ്മൾ ആ ഡെസിമൽ ഒന്നും സെപ്പറേറ്റ് എടുത്തില്ല, ആ നമ്പർ സിസ്റ്റത്തിൽ തന്നെ എടുത്തത്. ബിക്കോസ് അതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന റെക്കറിംഗ് നമ്പേഴ്സ് എല്ലാം തന്നെ നമ്പർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നമ്പർ സിസ്റ്റം, ഈ ഡെസിമൽസ്, സഡ്സ, ഇൻഡിസസ്, സിംപ്ലിഫിക്കേഷൻ, ഇത്ര ഏരിയ നമ്പർ സിസ്റ്റത്തിന്റെ അടിയിൽ തന്നെ അങ്ങ് എടുക്കുകയാണ് നമ്മൾ ചെയ്തത് നേരത്തെ തൊട്ട് മുമ്പ് കണ്ട ഗ്രാഫിൽ. അപ്പൊ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നമ്മൾ ചുമ്മാ ഒന്ന് റഫായിട്ട് പ്ലസ് ചെയ്യുകയാണെങ്കിൽ 200, 400, 600 അപ്രോക്സിമേറ്റ്ലി, ഓക്കെ, 600, ഏകദേശം 700-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, 700-ഓളം ക്വസ്റ്റ്യൻസ്, 141 ഷിഫ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 150 വെച്ചെടുത്താൽ പോലും 150 × 4 ചെയ്താൽ 600 ആവുന്നുള്ളൂ. 700-ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ നമുക്ക് 4 തൊട്ട് 5 ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിട്ടുണ്ട്? ഈ നമ്പർ സിസ്റ്റം ഏരിയയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതിലും നമ്മൾ 4 ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയുന്ന പോലെ 2020 സമയത്ത് പോലും 4 തൊട്ട് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ട് എന്താവുന്നുണ്ട്? ശരിയാവുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത HCFLC നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ HCFLC നമ്മൾ പറഞ്ഞ ആദ്യത്തെ 6-ൽ ഇല്ലെങ്കിൽ പോലും അവിടുന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2 ക്വസ്റ്റ്യൻ വെച്ചുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മോർ ദാൻ 1 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെയും വരുന്നുണ്ട്. മോർ ദാൻ 1 ക്വസ്റ്റ്യൻ വെച്ച് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കുകയാണെങ്കിൽ എവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് ഇവിടെ 131 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഷിഫ്റ്റിൽ നിന്ന്. പിന്നെ ഇവിടെ ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അണ്ടറിലാണ് ഡിസ്കൗണ്ട് വരുന്നത്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എഗെയിൻ അവിടെ നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്? 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെയും വന്നിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ കൂടിയിട്ടുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മെൻസുറേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. നമ്മൾ അതാ പറഞ്ഞ നേരത്തെ മെൻസുറേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏകദേശം നമുക്കൊരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, അതിപ്പം നമുക്ക് ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ. പക്ഷേ ആ ഒരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾജിബ്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ ഏകദേശം 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ സിസ്റ്റം, നമ്മുടെ ഇനി പെർസെന്റേജ് റേഷ്യോ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. റേഷ്യോ പ്രൊപ്പോർഷൻ 141 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ അവിടെ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെയും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെർസെന്റേജോടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 129 ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ എന്താണ് ഒരു ക്വസ്റ്റ്യനോളം അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയൊക്കെയും ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ എന്തായിരുന്നു ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ അവിടെ ആ സമയത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഏജസ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഏജസിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. നേരത്തെ ടൈം ആൻഡ് വർക്കിൽ നിന്ന് ക്വസ്റ്റൻസ് കുറച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടൈം ആൻഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറഞ്ഞു. പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി കൂടി. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണാൻ പറ്റും. അത്യാവശ്യം ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് ഞാൻ നേരത്തെ കണ്ട ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനൊക്കെ തന്നെ ക്വസ്റ്റൻസ് എവിടെയും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള 2020-21 കോവിഡ് സമയത്തും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ 147 ഷിഫ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നടന്നുകൊണ്ട് എക്സാം നടന്നുകൊണ്ട് തന്നെ അവിടെ ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും അതേപോലെ കൂടുതലുമായിരുന്നു. അതുപോലെ പല ടോപ്പിക്സും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പം കണ്ടതിനേക്കാളും കൂടുതലായിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ ആ ഒരു രീതിക്ക് എന്ത് വന്നിട്ടുമില്ല, വലിയൊരു ഷിഫ്റ്റ് വന്നിട്ടുമില്ല. അപ്പൊ അതിൽ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നടന്നതിൽ ആ ട്രെൻഡ് കൂടിയിട്ടുണ്ട്, ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ടെന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് കൂടുമ്പോൾ ചില ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യും? കുറയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു വർഷത്തതോ ഇപ്പം ജസ്റ്റ് നടന്നതോ വെച്ച് മാത്രമല്ല പറഞ്ഞ്, ഞാൻ നേരത്തെ നമുക്ക് ലാസ്റ്റ് നടന്ന NTPC 2 എക്സാം വെച്ചാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടി അതും വിത്ത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും വിത്ത് എക്സാക്ട് നമ്പർ ഓഫ് ക്വസ്റ്റൻസും വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഏറ്റവും ടോപ്പ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ പഴയ ടോപ്പിക്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പാരലായിട്ട് റിവൈസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഡയറക്ട്ലി വരാതെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്യണം. അതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അവിടെ നിന്നാണ് നമുക്ക് ഈ ട്രെൻഡ് മാറുന്നതും എന്നാൽ പല സാധനങ്ങളും നമുക്കൊരു പാറ്റേൺ ഫോളോ ചെയ്യും. എന്ന് പറഞ്ഞാൽ ചിലത് വളരെ വർഷങ്ങളായിട്ട് ഒരേപോലെ ചോദിക്കുന്നത് കാണും, ചിലത് മാറുന്നത് കാണും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ടോപ്പിക്കിന്റെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും സിലബസ് മൊത്തം കവർ ആയതിനു ശേഷം നമ്മുടെ ഫുൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു പോകണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഏറ്റവും ബെസ്റ്റ് ഇത് കണ്ടന്റും ബെസ്റ്റ് ഫാക്കൽറ്റീസും ബെസ്റ്റ് പ്ലേസിൽ നിന്നായിരിക്കണം നിങ്ങളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളോട് മൈൻഡിൽ വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിന്റെ ഏരിയ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ RRB NTPC എക്സാംസിന് വേണ്ടി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി എൻട്രിയിൽ ബാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഈ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയണം, എലിജിബിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ
കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അതിനെ നല്ലപോലെ യൂസ് ചെയ്യുക. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പണ്ട് സ്കൂളിൽ ചെന്നൊക്കെ 1 തൊട്ട് അവസാനം വരെ ഇങ്ങനെ ഒരേപോലെ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം വളരെ സ്മാർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ലപോലെ എക്സാംസ് എഴുതാൻ പറ്റട്ടെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ പോട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് വരുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ റീസണിങ്ങും ജനറൽ അവയർനെസിന്റെ ഏരിയ ഉണ്ട് ഇതേപോലെ. അപ്പോൾ ആ ഒരു ഏരിയാസിനെ കുറിച്ചും ഇതേപോലത്തെ ഡിസ്കഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കമന്റ്സ് വഴി നിങ്ങൾ അറിയിക്കുക. നമ്മൾ അതും കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് വരുന്ന ഫ്യൂച്ചർ സെഷൻസിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഏരിയാസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.